जाने भूले हम राह हमें राह दिखा दे आजा रे राह रघुपति राघव राजा राम पतित पावन सीताराम। पतित पावन सीताराम। रघुपति राघव राजा राम കേൾക്കാനുള്ള ത്രാണിയില്ല. ഇന്നത്തെ കുഞ്ഞുങ്ങളാണ് ഭാരതത്തിന്റെ ഭാവി. ആരുടെയും വാക്കുകൾ കേൾക്കാത്ത അവസ്ഥ എന്താവും? ഭാരതത്തിന്റെ അവസ്ഥ എന്താവും? ഭാരതത്തിന്റെ നല്ല ഭാവി सीताराम सीताराम भज प्यारे तू ഗാന്ധി പറയുന്നു सीताराम सीताराम सीताराम। മൊബൈൽ ഫോൺ വന്നതോടുകൂടി ആർക്കും പുസ്തകം വേണല്ലോ. ടീച്ചറേ ടീച്ചറേ ആ മാളു ഇതാ മിഠായി. ഇന്നെന്റെ പിറന്നാളാ. എന്നാൽ പിറന്നാളുകാർക്ക് എന്റെ മകൻ സമ്മാനമുണ്ട്. സമ്മാനോ? എവിടെ? ടീച്ചറേ പുസ്തകമാണോ? ഇത് വെറും ഒരു പുസ്തകമല്ല, ഇതൊരു ജീവിത. ഈ പൊടി പിടിച്ച് കിടക്കുന്ന ഈ പുസ്തകത്തിന് വലിയ വിലയുണ്ട്. ഇത്രമാത്രം ഈ പുസ്തകത്തിൽ എന്താ ഉള്ളേ? ഇതിൽ കുറേ അനുഭവങ്ങളുണ്ട്. മാളു ഇത് വായിക്കണം. വായിച്ചാൽ മാത്രം പോരാ, കൂട്ടുകാർക്കൊക്കെ പറഞ്ഞു കൊടുക്കണം. ശരി ടീച്ചറേ. ഒന്നാം കുന്നിലൂടെ തീയൊരായിരം വലം വെക്കാം. പുന്നാം നിന്നെ നിന്നായമായി ഇടവും വയ്ക്കാം. ഒന്നാം കുന്നിലൂടെ തീയൊരായിരം വലം വെക്കാം. പുന്നാം നിന്നെ നിന്നായമായി ഇടവും വയ്ക്കാം. പാർവതിയായി നീ വരുന്നേരം അവനേ പണ്ടും നിന്നോടായി പിണങ്ങി ഞാൻ വെറുതെ. മംഗളക്കുളഗംഗ എന്തിന് മുത്തേ മൂർധാവിൽ, സീകരിക്കണ സർപ്പം എന്തിന് നീലകണ്ഠത്തിൽ. പല ഭാവഭംഗില ജീവിതത്തിന് മാറ്റമോ തരണേ. എന്റെ പ്രാണ സങ്കട പ്രാർത്ഥനയുടെ പാട്ടും കേൾക്കണമേ. ഞാനിപ്പം
വായിക്കാം. रघुपति राघव राम സമയമായിട്ടുണ്ട് മക്കളെ, ഉണരൂ. ഗാന്ധിയപ്പൂപ്പൻ എങ്ങനെ ഇവിടെ വന്നു? മാറിപ്പോയ ഈ ലോകത്തെ കാണാൻ ദൈവം ഇന്നൊരു ദിവസം തന്നതാണ്. വർഷത്തിൽ ഒരു ദിവസം നാട് കാണാൻ വരുന്നത് മാവേലിയല്ലേ? പക്ഷേ ഭാരതത്തിന്റെയും നിങ്ങളുടെയും നല്ല ഭാവിക്ക് വേണ്ടി നിങ്ങൾക്ക് നേർവഴി കാണിക്കാൻ വേണ്ടി എനിക്ക് വരേണ്ടി വന്നു. ഗാന്ധിയപ്പൂപ്പൻ എന്താ പറയുന്നത്? ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല മക്കളെ. എന്തോ ഇന്ന് ഈ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും നിലവിളികൾ ഉയരുകയാണ്. അതിന് കാരണം യുദ്ധമാണ്. അതെ, യുദ്ധം തന്നെ. ഈ മനുഷ്യർ ഗെയിമുകളുടെ മറ്റു രൂപത്തിൽ നിങ്ങളുടെ ഉള്ളിലേക്ക് യുദ്ധവേരി നിറക്കുകയാണ്. മക്കളെ, കൊന്നു രസിക്കുന്നത് കളിയല്ല, അത് നമ്മെ നമ്മളല്ലാതാം. മനസ്സിലെ കരുണയും ദയയും എല്ലാം നഷ്ടമാക്കും. നിങ്ങൾക്ക് കളിക്കാൻ വേറെ എത്ര കളികളുണ്ട്. എന്തിനാ ഇയാളെ കൊല്ലുന്ന കളി? ഇന്നതുപോലെ മനസ്സ് മരവിച്ചവരാണ് പരസ്പരം യുദ്ധം ചെയ്യുന്നത്. അപ്പോൾ പണ്ട് ബ്രിട്ടീഷുകാരുടെ കൈകളിൽ നിന്നും സ്വാതന്ത്ര്യം നേടാൻ അപ്പൂപ്പൻ ചെയ്തതോ? സ്വാതന്ത്ര്യ സമര കാലത്ത് നമ്മുടെ ആയുധം അഹിംസയായിരുന്നു. അതുകൊണ്ടാണ് നാം സ്വാതന്ത്ര്യം നേടിയത്. പക്ഷേ ഇന്നതാണ് അവസ്ഥ. എല്ലാവരും യുദ്ധം ചെയ്യുകയാണ്, ഹിംസ ചെയ്യുകയാണ്. ഈ ലോകം എങ്ങനെ മാറിക്കാണണമെന്ന് ആഗ്രഹിക്കുന്നുവോ അതുപോലെ നാം ആദ്യം മാറണം. ഇനി ഒരു തലമുറ വഴി തെറ്റാതെ നോക്കുക, അതാണ് പ്രധാനം. മിടുക്കന്മാരെ, ഇനിയുള്ളത് നിങ്ങളുടെ കാലമാണ്. അതെനിക്ക് ശരിയില്ല. പക്ഷേ അപ്പോഴും നിങ്ങളെന്റെ വാക്കുകൾ മറക്കരുത്. അഹിംസ കൈവിടരുത്. ഇല്ല, അഹിംസ കൈവിടില്ല. വാക്യപ്പൂപ്പന്റെ വാക്കുകൾ ഇനി ഒരിക്കലും മറക്കില്ല. അപ്പൂപ്പനെ പോലെ ഒരുപാട് അപ്പൂപ്പന്മാരുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു. അതിനല്ലേ മക്കളെ നിങ്ങളാണ് ഈ നാടിന്റെ ഭാവി. ഈ നാടിനെ മാറ്റേണ്ടതും നിങ്ങളാണ്. അപ്പൂപ്പൻ പോവാണ്. അപ്പൂപ്പൻ പോണ്ട. അപ്പൂപ്പൻ പോവല്ലേ. മക്കളെ, ഒരു കാലത്തും നിങ്ങൾ എന്റെ വാക്കുകൾ മറക്കരുത്. അഹിംസ കൈവിടരുത്. യുദ്ധം വേണ്ട, നമുക്ക് യുദ്ധം വേണ്ട. राघव राजा राम पतित पा അപ്പൂപ്പൻ പോവല്ലേ. പോവല്ലേ അപ്പൂപ്പ. നിങ്ങൾ കണ്ടോ? കണ്ടു, ഞങ്ങൾ കണ്ടു. അപ്പൂപ്പൻ ശരിക്കും പോയില്ലേ? അപ്പൂപ്പൻ പോയാലെന്താ? അപ്പൂപ്പൻ പറഞ്ഞതൊന്നും എങ്ങോട്ടും പോയിട്ടില്ല. അതെ, അപ്പൂപ്പൻ പറഞ്ഞതൊന്നും നമ്മൾ മറന്നിട്ടില്ലല്ലോ. ഇനി മറക്കാനും പോണില്ല. അതെ, മറക്കാൻ പാടില്ല. നമുക്ക് യുദ്ധം വേണ്ട. ആരെയും ഒന്നിനെയും ഹിംസിക്കേണ്ട. അതെ, നമുക്ക് അഹിംസയുടെ പാത മതി. ധൈര്യമില്ലാതാക്കാൻ കളിക്കാൻ മതി. അതെ, പണ്ട് ഗാന്ധിയപ്പൂപ്പൻ പറഞ്ഞതുപോലെ ഇന്ന് ചെയ്ത പ്രവൃത്തി ആശ്രയിച്ചാവും ഇനി നമ്മുടെ ഭാവി. കണ്ണിന് കണ്ണി എന്നാണെങ്കിൽ ലോകം നന്നതിലേക്ക് ആണ്ടുപോകും. ദേഷ്യം അഹിംസയുടെ ശത്രുവാണ്. അഹങ്കാരം എന്നത് അതിനെ വേങ്ങുന്ന സത്വവും. മനുഷ്യർ അതുകൊണ്ട് മാത്രം വലിയവനാകുന്നില്ല, മനുഷ്യത്വമുള്ളവനാകുമ്പോഴാണ് വലിയവനാകുന്നത്. നിർമ്മലമായ സ്നേഹത്താൽ നേടിയെടുക്കാനാവാത്തതായി ഒന്നുമില്ല. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം.